നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ചങ്ങനാശ്ശേരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആഴ്വാർമാർ പാടി പുകഴ്ത്തിയ 108 ദിവ്യദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. പഞ്ചപാണ്ഡവന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 5 ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് സഹദേവനാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ മഹാവിഷ്ണുവിനോടൊപ്പം തുല്യ പ്രാധാന്യത്തോടെ ഭഗവാന്റെ തന്നെ അവതാരമായ നരസിംഹമൂർത്തിയും കുടികൊള്ളുന്നുണ്ട്. ഇവിടെ കുടികൊള്ളുന്ന ആ സർവേശ്വരന്റെ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി നമുക്കിന്ന് തൃക്കൊടിത്താനം ക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന തൃക്കൊടിത്താനം മഹാക്ഷേത്രം പ്രശസ്ത വൈഷ്ണവ ഭക്തരും കവികളുമായ ആൾവാർമാർ പാടി പുകഴ്ത്തിയ 108 ദിവ്യദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു അതിപുരാതന ക്ഷേത്രമാണ്. പഞ്ചപാണ്ഡവ തിരുപ്പതികളിൽ ഉൾപ്പെടുന്ന 5 ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് പാണ്ഡവരിൽ ഇളയ സഹോദരനായ സഹദേവനാകയാൽ സഹദേവ തിരുപ്പതി എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായ ഈ പുരാതന ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത്. അത്ഭുത നാരായണൻ എന്നറിയപ്പെടുന്ന മഹാവിഷ്ണു ഭഗവാൻ കിഴക്ക് ദർശനമായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ഭഗവാന്റെ തന്നെ അവതാരമായ പ്രഹ്ലാദ പ്രിയനായ നരസിംഹമൂർത്തി ഉഗ്രഭാവത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായി പരിലസിക്കുന്നുണ്ട്. പ്രൗഢഗംഭീരമായ കൂറ്റൻ ആനപ്പള്ളമതിലുള്ള ഈ നൂറ്റാണ്ടുകളുടെ പൗരാണികതയുള്ള ക്ഷേത്രം ഒരു കോട്ടയെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. ഇവിടെ നിന്നും ലഭിച്ച ശിലാലിഖിതങ്ങളിൽ നിന്നും ഭാസ്കര രവിവർമ്മന്റെ കാലത്ത് ക്ഷേത്ര നിർമ്മാണം നടന്നിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. 108 ദിവ്യദേശങ്ങളിൽ ഉൾപ്പെട്ട 13 മലൈനാട് തിരുപ്പതികൾ പൗരാണിക കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവയിൽ 2 ക്ഷേത്രങ്ങൾ തമിഴ്നാട് ജില്ലയിൽ ഉൾപ്പെട്ടു പോയതിനാൽ ആകെ 11 ദിവ്യദേശങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. പഞ്ചപാണ്ഡവ തിരുപ്പതികളിൽ ഉൾപ്പെട്ട ഈ ക്ഷേത്രം മറ്റുള്ളവയിൽ നിന്നും കുറച്ച് അകലെയായി ചങ്ങനാശ്ശേരിയിലും തിരുവാറന്മുള, പത്തനംതിട്ടയിലും തൃച്ചിറ്റാറ്റ്, തൃപ്പുലിയൂർ, തിരുവൻവണ്ടൂർ എന്നീ മറ്റു 3 ക്ഷേത്രങ്ങൾ ചെങ്ങന്നൂരിലും സ്ഥിതി ചെയ്യുന്നു. തന്റെ ജ്യേഷ്ഠ സഹോദരന്മാർ തങ്ങളുടെ തേവാര വിഷ്ണു വിഗ്രഹങ്ങൾ ഓരോ പുണ്യഭൂമികളിലായി പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയപ്പോൾ ഇളയ സഹോദരനായ സഹദേവനും ഭഗവത് പ്രതിഷ്ഠ നടത്തണം എന്ന് ആഗ്രഹം തോന്നിയത്രേ. അതിനായി തനിക്ക് സ്വന്തമായൊരു വിഗ്രഹമില്ല എന്ന മനസ്താപത്തിൽ തീയിൽ ചാടി ആത്മാഹുതി നടത്തുവാൻ തുനിഞ്ഞ മഹാഭക്തനായ സഹദേവന് മുമ്പിൽ സാക്ഷാൽ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് ദിവ്യമായ ഒരു മഹാവിഷ്ണു വിഗ്രഹം സമ്മാനിച്ചു എന്നാണ് കഥ. ആ ദിവ്യമായ വിഗ്രഹം മാദ്രീസുതനായ അശ്വിനി ദേവകളുടെ പുത്രനായ സഹദേവൻ തന്റെ ജ്യേഷ്ഠന്മാർ പ്രതിഷ്ഠ നടത്തിയ ഇടങ്ങളിൽ നിന്നും സ്വൽപ്പം മാറി ഇവിടെ ഈ പുണ്യഭൂമിയിൽ പ്രതിഷ്ഠ നടത്തി എന്ന് ഐതിഹ്യം പറയുന്നു. നമ്മാഴ്വാരുടെ ദിവ്യ പ്രബന്ധങ്ങളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് പഞ്ചതീർത്ഥകുളം എന്നറിയപ്പെടുന്ന അതിവിശാലമായ അതിമനോഹരമായ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. ഭൂമിതീർത്ഥം എന്നും വൈഷ്ണവർക്കിടയിൽ ഇതറിയപ്പെടുന്നുണ്ട്. ക്ഷേത്രഗോപുരം, ആനക്കൊട്ടിൽ, വൃക്ഷങ്ങളാൽ നിറഞ്ഞ വിശാലമായ ക്ഷേത്രഭൂമി, ബലിക്കൽപുര, ബലിക്കല്ല് ഇവയെല്ലാം ഗതകാല പ്രൗഢിയുടെ സൂചനകൾ സമ്മാനിക്കുന്നുണ്ട്. നാലമ്പലം വിശാലമാണ്. കിഴക്ക് ഭാഗത്തുള്ള നമസ്കാര മണ്ഡപത്തിൽ ഗരുഡ പ്രതിമയുണ്ട്. കൂറ്റൻ ഇരുനില വട്ട ശ്രീകോവിലിലെ ഗർഭഗൃഹത്തിൽ ചതുർഭുജ വിഷ്ണു വിഗ്രഹത്തിൽ അത്ഭുത നാരായണനായി പരിശോഭിക്കുന്ന വൈകുണ്ഠനാഥന്റെ ആ ദിവ്യ ദർശനം അലൗകികമാണ്. അമൃതനാരായണൻ എന്നും ഭഗവാൻ ഇവിടെ അറിയപ്പെടുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ ആധാരഭൂതനായ സച്ചിദാനന്ദ സ്വരൂപൻ തന്റെ തൂമന്ദഹാസത്താൽ ഭക്തജനങ്ങൾക്ക് പരമാനന്ദം സമ്മാനിച്ചുകൊണ്ട്
ഈ പുണ്യപുരാതന ക്ഷേത്രത്തിൽ പരിലസിക്കുന്നു. ഈ വട്ട ശ്രീകോവിലിന്റെ നേരെ പിറകിലുള്ള അറയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി അത്യുഗ്രഭാവത്തിൽ നരസിംഹമൂർത്തി കുടികൊള്ളുന്നു. ഇവിടെ നമസ്കാര മണ്ഡപമില്ല. മഹാവിഷ്ണുവിന് മുമ്പിലും നരസിംഹസ്വാമിക്ക് മുമ്പിലും ഗരുഡനെ ശിരസിലേറ്റിയ ധ്വജസ്തംഭങ്ങളുണ്ട്. മഹാവിഷ്ണുവിന് മുമ്പിലുള്ളത് സ്വർണ ധ്വജസ്തംഭമാണ്, മറ്റേത് ചെമ്പിലുള്ളതാണ്. വട്ട ശ്രീകോവിലിന്റെ അകത്തെ അറയിൽ തെക്ക് ഭാഗത്ത് ദക്ഷിണാമൂർത്തിയും കുറച്ച് ഇടത്തോട്ടു മാറി ഗണപതി ഭഗവാനും കുടികൊള്ളുന്നു. ഈ ദേവതമാരെ ദർശിക്കുവാൻ ഒരു ദ്വാരം മാത്രമാണുള്ളത്. ഏകനേത്ര ദർശനം അഥവാ ഒരു കണ്ണ് അടച്ചും കൊണ്ട് മറ്റേ കണ്ണുകൊണ്ട് നോക്കുക എന്ന രീതിയാണ് ഭക്തജനങ്ങൾ ഇവിടെ അവലംബിക്കുന്നത്. ധാരാളം ചുമർ ചിത്രങ്ങളും കൊത്തുപണികളും ഒക്കെ വട്ട ശ്രീകോവിലിനെ അതിമനോഹരമാക്കുന്നുണ്ട്. പുറത്ത് ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഭഗവതി, ഗണപതി, സർപ്പക്കാവ് എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. പുരാതന ശിലാലിഖിതങ്ങളും ഈ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏകാദശിയുടെ മഹാത്മ്യം വിളിച്ചോതുന്ന രുക്മാംഗദൻ എന്ന രാജാവിന്റെ കഥ പുരാണങ്ങളിൽ പ്രശസ്തമാണല്ലോ. ആ സൂര്യവംശ രാജാവിന് മുമ്പിൽ മഹാവിഷ്ണു ഭഗവാൻ ഈ പുണ്യഭൂമിയിൽ വെച്ച് പ്രത്യക്ഷനായി എന്നും ഒരു ഐതിഹ്യമുണ്ട്. ലക്ഷ്മി ദേവിക്ക് ഇവിടെ പ്രതിഷ്ഠയില്ലെങ്കിലും കർപ്പകവല്ലി എന്ന നാമത്തിൽ ദേവി ഇവിടെ ഭഗവാനോടൊപ്പം സാന്നിധ്യം ചെയ്യുന്നു എന്ന് വൈഷ്ണവർ വിശ്വസിക്കുന്നു. കിഴക്കേ നടയ്ക്കും ക്ഷേത്രക്കുളത്തിനും മധ്യേ ഒരു കരിങ്കൽ തൂണും അതിനു മുകളിലായി പൂണൂൽധാരിയായ ഒരാൾ ഇടത് കൈയിൽ ശംഖുമായി കിടക്കുന്ന തരത്തിൽ ശിലയിൽ തീർത്ത ഒരു ആരൂപമുണ്ട്. കഴുവേറ്റിക്കല്ല് എന്നറിയപ്പെടുന്ന ഈ ശിലാരൂപത്തിന് പിറകിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ അസമയത്ത് ഇവിടെ ചെമ്പകശ്ശേരി രാജാവ് വരികയും അടഞ്ഞ നട തുറക്കണം എന്ന് ശഠിക്കുകയും ചെയ്തുത്രേ. പറ്റില്ല എന്ന് ക്ഷേത്രത്തിലുള്ളവർ പറഞ്ഞപ്പോൾ ബലം പ്രയോഗിച്ച് ക്ഷേത്രം തുറന്നു എന്നും അപ്പോൾ തന്നെ ക്ഷേത്രത്തിനു മുമ്പിൽ വെച്ച് രാജാവ് വീണു മരിച്ചു എന്നും പറയപ്പെടുന്നു. ദുഷ്പ്രവർത്തികൾക്ക് ശിക്ഷ ഉടനെ ലഭിക്കും എന്ന് അറിയിക്കുവാനാണ് ഈ ശില ഇവിടെ സ്ഥാപിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ചങ്ങനാശ്ശേരി രാജാവുമായിട്ടുള്ള ശത്രുത കാരണം ചെമ്പകശ്ശേരി രാജാവ് ഒരിക്കൽ രാത്രി സമയത്ത് ഇവിടെ ക്ഷേത്ര നടയ്ക്ക് മുമ്പിലെത്തി ശംഖ് ഊതുവാൻ മാരാരോട് പറഞ്ഞു എന്നും ഉടനെ ശംഖ് ഊതിയ മാരാരെ വെട്ടിക്കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ച ചങ്ങനാശ്ശേരി രാജാവും അധികം വൈകാതെ കാലപുരി പോകിയ ഒരു കഥയും ചെറിയ വ്യത്യാസത്തോടെ ഈ ഒരു ശിലയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഈ ശിലാരൂപം വളരെ വ്യത്യസ്തമാർന്ന ഒരു കാഴ്ച തന്നെയാണ്. വൃശ്ചിക മാസത്തിൽ തിരുവോണത്തിന് കൊടികയറി രോഹിണി ആറാട്ടായി 10 ദിവസത്തെ തിരുവുത്സവവും ഇതിനിടയിൽ തൃക്കാർത്തിക ദിവസം നടക്കുന്ന ദീപമഹോത്സവവുമാണ് പ്രധാന ആണ്ടുവിശേഷം. 5-ാം ഉത്സവ ദിവസം നടക്കുന്ന കിഴക്കോട്ട് എഴുന്നള്ളിപ്പ്, കൈമണി ഉഴിച്ചിൽ, 8-ാം ഉത്സവ ദിവസത്തെ കാർത്തിക വിളക്ക്, 9-ാം ഉത്സവ നാളിൽ വാർപ്പിടകം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ശരംകുട എഴുന്നള്ളിപ്പ്, മറ്റു കലാപരിപാടികൾ, താന്ത്രിക ചടങ്ങുകൾ എന്നിവയെല്ലാം അതിവിശേഷമാണ്. വൈശാഖ മാസത്തിൽ നരസിംഹമൂർത്തിക്ക് വിശേഷാൽ പൂജകളും മഹാവിഷ്ണുവിന് ദശാവതാര ചാർത്തും നടക്കാറുണ്ട്. ഇടവത്തിലെ മകൈര്യത്തിന് ദേവിക്ക് പ്രത്യേക പൂജയും, വൃശ്ചികത്തിൽ ശാസ്താവിന് ചിറപ്പും, കുംഭത്തിലെ കാർത്തികയ്ക്ക് മുരുകനടയിൽ കാവടി മഹോത്സവവും, എല്ലാ മാസവും ഷഷ്ടിക്ക് പ്രത്യേക പൂജയും നടക്കാറുണ്ട്. നരസിംഹ ജയന്തിയും അഷ്ടമി രോഹിണിയും ചിങ്ങത്തിലെ തിരുവോണവുമെല്ലാം അതിവിശേഷമാണ്. പടിഞ്ഞാറേ നടയ്ക്ക് മുന്നിൽ മനോഹരമായ ദിവ്യത്വം തുളുമ്പുന്ന നല്ല വലിപ്പത്തിലുള്ള ഒരു നരസിംഹ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. 5 പൂജകളുള്ള ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണു ഭഗവാന് കദളിപ്പഴവും പാൽപായസവും ചതുശ്ശതവും, നരസിംഹസ്വാമിക്ക് ശർക്കര പാൽപായസവും പാനകവും പ്രധാന നിവേദ്യങ്ങളാണ്. അർച്ചനകൾ, പൂജകൾ എന്ന് തുടങ്ങി ഒത്തിരി വഴിപാടുകൾ ഇവിടെയുണ്ട്. ഉപദേവതമാർക്കും വഴിപാടുകൾ ചെയ്യുവാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. തെക്കിനിയടത്ത് മേച്ചേരി, കൈപ്പുഴ എന്നീ മനകൾ ഊരാളന്മാരാണ്
പറമ്പൂർ ഇല്ലത്തിനാണ് താന്ത്രിക അധികാരമുള്ളത്. പണ്ട് കാലത്ത് മീനമാസത്തിലും കൊടികയറി ഉത്സവം ഇവിടെ ഉണ്ടായിരുന്നു എത്രേ. വൈഷ്ണവം എന്ന പേരിൽ ഒരു ഗോശാലയും ക്ഷേത്രമതിൽക്കകത്തുണ്ട്. ഭഗവത് സന്നിധിയിൽ ഭയം അശേഷമില്ലാതെ ഏറെ സ്നേഹത്തോടെ ഇടപഴകുന്ന പശുക്കിടാങ്ങളുടെ സാന്നിധ്യം ഒത്തിരി ഹൃദ്യമായി അനുഭവപ്പെട്ടു. ഭഗവാന്റെ ഗോക്കൾക്ക് ഗോപൂജയും ഗോ ഊട്ടും ഭക്തന്മാർ വഴിപാടായി നടത്തിവരുന്നുണ്ട്. ജ്യോതിഷ പരിജ്ഞാനിയായ അതുല്യ യോദ്ധാവായ നകുലാനുജനായ സഹദേവനാണ് മഹാഭാരത യുദ്ധത്തിൽ കുടിലതന്ത്രങ്ങളുടെ അധിപതിയായിരുന്ന ശകുനിയെ വധിക്കുന്നത്. രാജസൂയ സദസ്സിൽ വെച്ച് അഗ്രപൂജയ്ക്കായി ശ്രീകൃഷ്ണ ഭഗവാന്റെ പേര് നിർദ്ദേശിക്കുന്നതും ഭഗവത് പൂജ ചെയ്യുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതും സഹദേവന് തന്നെയാണ്. പരമഭക്തനായ സഹദേവനാൽ പ്രതിഷ്ഠിതനായ വൈകുണ്ഠനാഥൻ പരിലസിക്കുന്ന ഈ ക്ഷേത്രം അതീവ ശാന്തമായ ഒരു ആത്മീയ അനുഭവമാണ് പകർന്നു തന്നത്. തമിഴകത്തു നിന്നും നിരവധി ഭക്തജനങ്ങൾ പഞ്ചപാണ്ഡവ തിരുപ്പതികളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. വൈഷ്ണവ ഭക്തിയുടെ മാധുര്യം നിറച്ചു വച്ചിരിക്കുന്ന ഈ ക്ഷേത്രം തീർച്ചയായും വന്നു കണ്ട് അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഈ പുണ്യപുരാതന ഭൂമിയെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഉച്ചരിച്ച അക്ഷരങ്ങൾ അത്ഭുത നാരായണന്റെയും നരസിംഹമൂർത്തിയുടെയും പൊന്നു തൃപ്പാദങ്ങളിൽ അർച്ചനയായി സമർപ്പിക്കുന്നു. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. ഓം നമോ നാരായണായ. ഓം നമോ നാരസിംഹായ.